നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. വിഷമകരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഭയങ്കര വിഷമമായിട്ട് കെപ്പ അരിസബലാഗ സാർ ചെൽസി വിട്ട് ആർസണലിലേക്ക് പോവുകയാണ്. സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ജോക്സ് അപ്പാർട്ട്, എനിക്ക് തോന്നുന്നില്ല അത് ആർസണൽ സൈൻ ചെയ്യുന്ന ഒരു മോശമായ ഒരു കെപ്പ അരിസബലാഗ എന്നുള്ളത്. കാരണം ബോൺമത്തിൽ പോയി പുള്ളിക്കാരൻ തന്റെ കരിയർ രണ്ടാമത് റിവൈവ് ചെയ്തു. അത് അപ്രിഷിയേറ്റ് ചെയ്താൽ പറ്റും കെപ്പയുടെ കാര്യത്തിൽ. ഇനി ആർസണൽ ഫാൻസ്, നിങ്ങൾ എന്തായിരിക്കും കെപ്പയെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, കെപ്പ ചെൽസിയിലേക്ക് വരുന്ന സമയത്ത് 75 മില്യൺ നമ്മൾ സൈൻ ചെയ്ത ഒരു ഗോൾ കീപ്പറാണ്. ആൻഡ് പുള്ളിക്കാരന്റെ കിടന്ന് സ്വാഭാവികമായിട്ട് ഹൈ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബോൾ പ്ലേയിങ് അടിപൊളിയാണ്, അതിന്റെ ടെൻഷൻ ഒന്നുമില്ല. ഒറ്റ കുഴപ്പമുള്ളൂ, പോസ്റ്റിലേക്ക് ബോൾ വന്നു കഴിഞ്ഞാൽ അത് തടുക്കാൻ അറിയില്ല പുള്ളിക്കാരന്. ഫ്രാങ്ക് ലാംപാർഡ് ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരൻ കാരണം മാത്രം ഞങ്ങൾ 9 ഗോൾ, എറേഴ്സ് അല്ല പുള്ളിക്കാരൻ ഉണ്ടാക്കുന്നത്. അത് ബോൾ നേരിട്ട് വരുമ്പോൾ ബോൾ തടുക്കണ്ടേ, ഗോൾ കീപ്പറിന്റെ ജോലി ചെയ്യണ്ടേ, അത് ചെയ്യുന്നില്ല. തന്റെ പോസ്റ്റ് ഷോട്ട് XG ഒക്കെ ഭയങ്കര മോശമായിരുന്നു. -9 ഒക്കെ ആയിരുന്നു പോസ്റ്റ് ഷോട്ട് XG. പുള്ളിക്കാരൻ കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ പോയി. അങ്ങനെ അവസാനം നമ്മൾ എഡ്വാർഡ് മെൻഡിനെയൊക്കെ സൈൻ ചെയ്തു. പുള്ളിക്കാരൻ കുറച്ച് അങ്ങനെ ബാക്കപ്പ് ഒക്കെ ആയിട്ട് നിന്ന് അവസാനം ബോൺമത്തിലേക്ക് പോയി. ബോൺമത്തിൽ പോയതിനു ശേഷം പുള്ളിക്കാരൻ തീർച്ചയായിട്ടും അവിടെ കരിയർ മൊത്തത്തിൽ റിവൈവ് ചെയ്തു, അടിപൊളിയായിട്ട് കളിച്ചു. ആൻഡ് ബോൺമത്തിന് സ്വാഭാവികമായിട്ടും കെപ്പനെ റീറ്റെയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായി. പക്ഷെ ഇപ്പോ ആർസണൽ വന്നു. ഇപ്പോ റായയുടെ ബാക്കപ്പ് ആയിട്ട് കളിക്കാൻ കെപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. ചാമ്പ്യൻസ് ലീഗ് കളിക്ക് ചിലപ്പോൾ ചാൻസ് ഒക്കെ കിട്ടും. FA കപ്പ്, കാർബാവോ കപ്പ് ഒക്കെ മൊത്തത്തിൽ കെപ്പ. അതുകൊണ്ട് ഒരു മോശം ഗോൾ കീപ്പർ അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഡിഫെൻസീവ്ലി ഒരുപാട് ഷോട്ട്സ് കൺസിഡർ ചെയ്യാത്ത ഒരു ടീമാണ് ആർസണൽ. പ്രീമിയർ ലീഗിന്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഷോട്ട്സ് കൺസിഡർ ചെയ്യാത്ത ഒരു ടീം ആയതുകൊണ്ടും അങ്ങനെ ഒരുപാട് കെപ്പയുടെ സേവുകളൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ആൻഡ് ഹി ഈസ് കംഫർട്ടബിൾ വിത്ത് ദ ബോൾ അറ്റ് ഹിസ് ഫീറ്റ്. പക്ഷെ ചോദ്യം അതല്ല. യു വാണ്ട് ടു വിൻ ടൈറ്റിൽസ്, കെപ്പ അരിസബലാഗ ഇസ് നോട്ട് ദി ആൻസർ. യു ഹാവ് എ ഗുഡ് ഗോൾ കീപ്പർ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു എലീറ്റ് ലെവൽ ഗോൾ കീപ്പറിന്റെ ആവശ്യമുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം. റായ മോശമായിട്ടൊന്നും അല്ല, ബട്ട് അഗൈൻ ടൈറ്റിൽ ചാലഞ്ചിങ്, യു നീഡ് എ ടൈറ്റിൽ ചാലഞ്ചിങ് ഗോൾ കീപ്പർ. കെപ്പ അരിസബലാഗ ചെൽസിയെ സംബന്ധിച്ച് 5 മില്യൺ, ആൻഡ് ഹി വാസ് വെരി റെസ്പെക്ട്ഫുൾ. കാരണം ചെൽസിന്റെ ഒരു വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ലോണിൽ പോയത്. എന്നിട്ട് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ശരിക്കും ഫ്രീ പോവാമായിരുന്നു. 1 വർഷത്തെ കൂടെ എന്തോ ഇതേ ഉള്ളൂ. 5 മില്യന്റെ റിലീസ് ക്ലോസും നമ്മൾ ഇട്ടു. കെപ്പയും ഹാപ്പിയായി. നമുക്ക് 5 മില്യൺ പ്രോഫിറ്റബിലിറ്റി നമുക്ക് നമ്മുടെ ബുക്കിൽ കാണിക്കുകയും ചെയ്യാം. നമ്മുടെ കെപ്പ അരിസബലാഗയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വേജസും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മാറുകയും ചെയ്തു. സോ ഓവറോൾ ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഡീൽ ഫോർ അസ്. നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല. ആൻഡ് കെപ്പ ശരിക്കും പറഞ്ഞാൽ യു ഹാവ് ബീൻ ഹെൽപ്ഫുൾ. ആ മറ്റേ കപ്പ് ഫൈനലില് പെനൽറ്റി ഷൂട്ട് ഔട്ട് ഒക്കെ തടുത്തത് നമുക്കൊരു കപ്പ് നേടിത്തന്നു. നമുക്കൊരു കപ്പ് നേടിത്തന്ന ആരായാലും നമ്മൾ ഹാപ്പിയാണ്. കപ്പ് നേടിത്തുന്നില്ല, നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് വേറെ കംപ്ലൈന്റുകളൊന്നുമില്ല. പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇൻസിഡന്റ്, മരിച്ചോ സാരി പുള്ളിക്കാരനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല. അതൊരൊറ്റ ഇൻസിഡന്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പുള്ളിക്കാരനെ കുറിച്ച് പിന്നെ വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഇൻസിഡന്റിന് ശേഷമാണ് നമ്മൾ കെപ്പാസാർ എന്നൊക്കെ വിളിച്ചു തുടങ്ങിയത്. ബട്ട് ഓവറോൾ ഐ തിങ്ക് കരിയർ നല്ലോണം റിവൈവ് ചെയ്തു. ഗോയിങ് ടു ആർസണൽ പുള്ളിക്കാരനെ സംബന്ധിച്ച് നല്ലൊരു മൂവ് ആണ്. ഒരുപാട് ഗെയിം ടൈം കിട്ടട്ടെ. ലെറ്റ് ഹിം കോമ്പീറ്റ് വിത്ത് റായ ഫോർ ദ നമ്പർ 1 സ്പോട്ട്. നല്ലതേ പറയാനുള്ളൂ കെപ്പനെ കുറിച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമുക്ക് എന്നാലും ഒരു 10-25 ഗോൾ കീപ്പേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് വേറെ തലവേദനയില്ല. But interesting. Anyway, that's my thought. Do let me know guys your thoughts in the comment section. Kepa Arrizabalaga to Arsenal. Arsenal fans, what do you feel about this deal? Title challenging goalkeeper വേണോ ഇനിയും? In the comment section. Signing FSK from Chelsea Karan.